ഹലോ മക്കളെ, ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. SSLC ക്രിസ്മസ് പരീക്ഷയിൽ, അതായത് നാളെ നടക്കാൻ പോകുന്ന നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ഈ ഒറ്റ വീഡിയോയിൽ അടിപൊളിയായിട്ട് മാക്സിമം ഡീറ്റെയിൽ പഠിക്കാൻ പോവാണ്. സോ ഈ വീഡിയോന്റെ ഡ്യൂറേഷൻ കണ്ടിട്ട് നിങ്ങൾ എന്താണ് വിചാരിക്കേണ്ട, സാർ ഇത് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ ഫുൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിക്കോളൂ. അതിന് മുമ്പ് രണ്ട് മെയിൻ അനൗൺസ്മെന്റ്സ് ഉണ്ട് മക്കളെ. ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നിങ്ങൾ വരുമ്പോൾ മാരത്തോൺ ലൈവുമായിട്ട് കൂടുതൽ ചോദ്യങ്ങളും മാത്രമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ നാളത്തെ പരീക്ഷയിൽ ടേം 1 ഓണപരീക്ഷയിൽ ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, എന്തായാലും വരും. അത് അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇന്ന് വൈകുന്നേരം ഉണ്ടാകുന്നതായിരിക്കും മാരത്തോൺ ലൈവില്. എല്ലാവരും ഉണ്ടായിരിക്കണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അടക്കം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഉണ്ടായിരിക്കണം. ഓക്കെ, റെഡി. പിന്നെ ഇന്നത്തെ ലൈവ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. നാളത്തെ 4 മണിക്കായിരിക്കും മലയാളം സെക്കൻഡ്, 7:30 കെമിസ്ട്രി, 6 മണിക്ക് രാവിലെ മോർണിംഗ് ബൂസ്റ്റർ. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിനെയും കംപ്ലീറ്റ് റിവൈസ് ചെയ്യാം ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട്. ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, എല്ലാ കാര്യങ്ങളും ചുരുക്കി ആക്കിയ സാധനമല്ല, എല്ലാ കാര്യങ്ങളും അതേപോലെ എന്നാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തു. ഒന്നും കട്ട് ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഷോർട്ട് നോട്ട്സിൽ. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളത്തിൽ മീഡിയത്തിലും എല്ലാം ഉണ്ടാവും. കംപ്ലീറ്റ് കാര്യം നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും, പക്ഷേ ഷോർട്ട് ആക്കി. ഓക്കെ, ക്വിക്ക് ആക്കി. റെഡി? അപ്പൊ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് കടക്കാം. മക്കളെ, ഈ ഷോർട്ട് നോട്ട്സ് ഫ്രീ ആയിട്ട് കിട്ടും. എവിടെ കിട്ടും? ലിങ്കിലുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം, എന്ത് വേണം ചെയ്തോ, ഫ്രണ്ട്സിനെ കൊടുക്കുക, എന്താ വെച്ചാൽ ചെയ്തോ. ഒരു വിഷയമുള്ള കാര്യമല്ല, പഠിക്കുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ക്ലിയർ ആണ്? മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഒരുപക്ഷെ ഞാൻ എന്താണ് കൂടുതൽ എക്സ്പ്ലനേഷൻ സമയത്ത് ഞാൻ മലയാളത്തിൽ കുറെ സംസാരിക്കില്ല, അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഈ നോട്ട്സ് ഞാൻ ഉപയോഗിക്കില്ല. കാരണം അല്ലെങ്കിൽ ഡബിൾ സമയമായിപ്പോൾ വീഡിയോ ഓവർ ലെങ്ത് ആയി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, മലയാളം മീഡിയംകാർ എന്ത് ചെയ്യുക, നോട്ട്സ് കറക്റ്റ് ആയിരുന്നാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് റെഫർ ചെയ്ത് പഠിക്കുക. ക്ലിയർ ആണ്? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് റിവിഷൻ പെട്ടെന്ന് ചെയ്യാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇത്രയേ ഉള്ളൂ. ഒരു കോയിൽ ഉണ്ടാവും. ആ കോയിലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ്, അതിന്റെ കാന്തിക ഫ്ലക്സ് മാറുമ്പോൾ, ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ് EMF ഉണ്ടാവും. EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഉണ്ടാവും. വോൾട്ടേജ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുക. ഡെഫിനിഷൻ പരീക്ഷ ചോദിക്കും. അപ്പോൾ എഴുതി വെക്കണം. whenever there is a change in magnetic flux linked with the coil and എന്താണ് EMF is induced in the coil, this is called electromagnetic induction. വൈദ്യുതകാന്തിക പ്രേരണ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ EMF പ്രേരിതമാകുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വിളിക്കുക. ഡെഫിനിഷൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ EMF ഉണ്ടായ EMF ഇല്ല, അതിന്റെ സ്ട്രെങ്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക? വളരെ സിമ്പിൾ ആണ് മക്കളെ. ഒരു മാഗ്നറ്റ് ഉണ്ടാവും, ഒരു സോളിനോഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുക. സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മാഗ്നറ്റിന്റെ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടാവും, അത്രത്തോളം വലിയ മാഗ്നറ്റ് ആണോ അത്രത്തോളം എന്താണ് EMF ഉണ്ടാവും ഈ കോയിലിൽ, അത്രത്തോളം കറണ്ടും ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്താണ്? റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സോളിനോയിഡ് ആൻഡ് മാഗ്നറ്റ്. അതായത് ഈ മാഗ്നറ്റ് എത്രത്തോളം സ്പീഡിൽ നിങ്ങൾ അനക്കുന്നു. മാഗ്നറ്റ് മാത്രം അനക്കണമെന്നില്ല, നമുക്ക് സോളിനോയിഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, EMF ഉണ്ടാവും. അപ്പോൾ രണ്ടുപേരുടെ ഇടയിലുള്ള സ്പീഡില്ലേ, റിലേറ്റീവ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. എത്രത്തോളം സ്പീഡിലാണോ അത്രത്തോളം ഇൻഡ്യൂസ് EMF, ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഈ നമ്പർ ഓഫ് ടേൺസ് ഇല്ല, അത് കൂട്ടി കഴിഞ്ഞാൽ ഇൻഡ്യൂസ് EMF കൂടും. ഇത് ചോദിക്കും പരീക്ഷയിൽ. ഇൻഡ്യൂസ് EMF എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, അപ്പോൾ എഴുതി വെച്ചോണം. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഇൻഡ്യൂസ് EMF വഴി ഉണ്ടാകുന്ന ഇൻഡ്യൂസ് കറണ്ട് ഇല്ലേ, ആ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾ എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ല, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് റൂൾ ഇങ്ങനെ കൈ പിടിക്കുക. ഇത് ഫോഴ്സ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട്. ഓർത്തോക്കെ സിമ്പിൾ ആണ്. ഫാദർ മദർ ചൈൽഡ്, ഫാദർ ഫോഴ്സ്, മദർ മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡ് കറണ്ട്. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ എന്താണ്? സിമ്പിൾ ആയിട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ ചോദ്യം ഇവിടെ ചെയ്താൽ, ഒരു കണ്ടക്ടർ ഉണ്ട്, ആ മുകളിലേക്ക് മൂവ് ആണെങ്കിൽ ഇവന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? 2 പോയിന്റ്സിനെ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇതിനെ നമുക്ക് A എന്ന് വിളിക്കാം, ഇതിനെ B എന്ന് വിളിക്കാം. A എന്ന് B യിലേക്കാണ്, B എന്ന് A യിലേക്കായിരിക്കും കറണ്ട് ഒഴുകുക. സിമ്പിൾ ആണ് മക്കൾ. ഇതിന് മുകളിലേക്ക് ആക്കുമ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണുള്ളത്? റൈറ്റ് ഹാൻഡ് റൂൾ വെക്കുന്ന ഫോഴ്സ് മുകളിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് അങ്ങോട്ട്, കറണ്ട് നോക്കി അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. നിങ്ങൾ എൻ്റെ കൂടെ പിടിച്ചു നോക്കി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ട് B എന്ന് A യിലേക്കാണ് ഒഴുകുക. ദാറ്റ് ഇസ് കറണ്ട് ഇസ് ഫ്രം B to A. ഓക്കെ, അപ്പോൾ ഫോഴ്സ് മുകളിലേക്കാണ്, അതായത് കണ്ടക്ടർ മോഷൻ മുകളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് മുകളിലേക്ക് പിടിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇങ്ങനെ കറക്റ്റായി പിടിക്കുക, നോർത്ത് സൗത്തിലേക്ക് പിടിക്കുക, കറണ്ട് ഇങ്ങനെ കാണിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാണ് ഇതിന്റെ യൂസ്. ക്ലിയർ ആണോ? പരീക്ഷ ചോദിക്കും. ഇതിന്റെ സ്റ്റേറ്റ് ചെയ്യാനും പറയും. സ്റ്റേറ്റ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം പ്രസ്താവിക്കാൻ പറയുമ്പോൾ എഴുതി വെക്കണം. മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിലും വേറൊരു ഫോണിലോ വേറെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിലും കൂടി വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യില്ല. യെസ്, മാഗ്നറ്റിക് ഫീൽഡ് എവിടുന്ന് അങ്ങോട്ടാണ്, അത് തിരിച്ചും കൊണ്ടാക്കിയാൽ കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് മാഗ്നറ്റ്.
മാഗ്നറ്റിന്റെ മോഷൻ, മാഗ്നറ്റിനെ വേണം മൂവ് ചെയ്യാം, ഈ കണ്ടക്ടറിനെ മൂവ് ചെയ്യണമെന്നില്ല. മാഗ്നറ്റിന് എന്താണ് നിങ്ങൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. മാഗ്നറ്റിന് ഇങ്ങനെ മൂവ് ചെയ്താൽ ഒരു ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഉണ്ടാവും, മാഗ്നറ്റിന് ഇങ്ങനെ മൂവ് ചെയ്താൽ വേറെ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഉണ്ടാവും. അതിന് ഡിപ്പെൻഡ് ചെയ്യും. ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് സോളിനോയിഡ്, അതിന് ഡിപ്പെൻഡ് ചെയ്യും. സോളിനോയിഡോ കോയിൽ മുകളിലേക്ക് മൂവ് ചെയ്യാണ് കറണ്ട് ഒരു ഡയറക്ഷനിലായിരിക്കും, കോയിൽ താഴേക്ക് മൂവ് ആണെങ്കിൽ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇത് ഈ ഒരു എക്സാമ്പിളിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല നമുക്ക് സംസാരിക്കാനുള്ള, ഇതിന്റെ ഈ ഒരു എക്സാമ്പിളിന്റെ കോണ്ടെക്സ്റ്റിലുണ്ട്. അതായത് നിങ്ങൾ ഇതിലൊരു സംഭവം, ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ കറണ്ട് അങ്ങോട്ട്, ലെറ്റ്സ് കറണ്ട് എന്താണ് ഒരു ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക, ഒരു പ്രത്യേക ഡയറക്ഷനിലായിരിക്കും. ഏത് ഡയറക്ഷൻ കണ്ടുപിടിക്കാമെന്ന് ചോദിക്കില്ല ഒരു ശരി. പക്ഷേ മാഗ്നറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോയാലോ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ മാറും, മാഗ്നറ്റ് ഡയറക്ഷൻ മാറുന്നതനുസരിച്ച്. മാഗ്നറ്റിന് മാത്രമല്ല, സോളിനോയിഡ് ഇങ്ങോട്ട് പോകുമ്പോൾ കറണ്ട് ഇങ്ങോട്ടാണെങ്കിൽ സോളിനോയിഡ് ഇങ്ങോട്ട് വരുമ്പോൾ കറണ്ട് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, പരീക്ഷ ചോദിക്കും. നെക്സ്റ്റ് പഠിക്കാനുള്ള AC ജനറേറ്ററിനെ പറ്റിയാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. എനർജി കൺവേർഷൻ, മെക്കാനിക്കൽ എനർജി, കറങ്ങുന്ന എനർജി എന്താക്കി മാറ്റാണ് ഇവൻ, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാണ്. ഫ്രീക്വൻസി, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ജനറേറ്റേഴ്സിൻ്റെയും, അതായത് ഡാമിലൊക്കെ ഉള്ള നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷന് വേണ്ടി അയക്കുന്ന ജനറേറ്റർ ഇല്ലേ, എന്ത് ജനറേറ്റർ, ഇവിടെ വീട്ടിൽ KCB കറണ്ട് അയച്ചു തരുന്നില്ലേ, അവിടെ ഉണ്ടാക്കുന്ന ജനറേറ്റർ ഇല്ലേ, ആ ജനറേറ്റർ KCBയിലല്ല, അങ്ങ് ഡാമിൽ ഉണ്ടാക്കുന്ന ജനറേറ്റർ, അതിന്റെ ഫ്രീക്വൻസി എന്താണ്, 50 ഹെർട്സ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്, ആർമേച്ചർ റൊട്ടേറ്റ്സ് 50 times per second. ആർമേച്ചർ കോയിലില്ലേ, ആർമേച്ചർ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് പരീക്ഷ ചോദിക്കും കേട്ടോ. അങ്ങനെയുള്ള പരീക്ഷ ചോദിക്കും, ഒരു സെക്കൻഡിൽ കറണ്ട് എത്ര പ്രാവശ്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആൻസർ 50 എന്ന് പറയരുത്. കറണ്ട് ചേഞ്ചസ് ഡയറക്ഷൻ 100 times per second. അതായത് ഒരു പ്രാവശ്യം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് 2 പ്രാവശ്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. അങ്ങനെയാണ് 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 100 തവണ കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ കറണ്ട് എത്ര പ്രാവശ്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, ഒരു സെക്കൻഡിൽ 100 തവണയാണ്. ബ്രഷസ് എപ്പോഴും റെസ്റ്റിലായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണഗതിയിൽ ഒരു സാധാരണ ജനറേറ്റർ ആണെങ്കിൽ ഈ ആർമേച്ചർ കിടന്ന് കറങ്ങുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ കൊമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കുന്ന ജനറേറ്റർ ആണെങ്കിൽ ആർമേച്ചർ സ്റ്റേഷനറി ആയിരിക്കും. ഇതിന് മാഗ്നറ്റ്സ് ആണ് കിടന്ന് കറങ്ങുക. ഓക്കെ, അതെന്തിനാണ്, ആർമേച്ചർ കിടന്ന് കറങ്ങുമ്പോൾ എന്താണ് ഈ സ്ലിപ്പ് റിംഗ് കറങ്ങും. അപ്പോൾ സ്ലിപ്പ് റിംഗും ബ്രഷും തമ്മിൽ എന്താണ്, അവിടെ ഫ്രിക്ഷൻ വഴി എന്താണ് കുറേ എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ ആ എനർജി ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ആർമേച്ചറിനെ വെറുതെ നിർത്തുന്നതിന് മാഗ്നറ്റ്സിനെ കിടത്ത് കറക്കിയാണ് സാധാരണ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ആക്ച്വലി ജനറേറ്റേഴ്സ്, വലിയ ജനറേറ്റേഴ്സ് ഇല്ല, കൊമേഴ്ഷ്യൽ യൂസിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഡാമിന്റെ അവിടെയൊക്കെയുള്ള പവർ സ്റ്റേഷനിലെ ജനറേറ്റേഴ്സ്, അതിൽ മാഗ്നറ്റ്സ് ആണ് കറങ്ങുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ആരെങ്കിലും കറങ്ങിക്കോട്ടെ, അത് വിഷയമുള്ള കാര്യമില്ല. ചില ജനറേറ്റേഴ്സ് ആർമേച്ചർ ആയിരിക്കും, കൊമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കുന്ന ജനറേറ്റേഴ്സിന്, പവർ സ്റ്റേഷനിലെ ജനറേറ്റേഴ്സിന് മാഗ്നറ്റ് ആയിരിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആരായിരിക്കും എപ്പോഴും റെസ്റ്റിൽ ഉണ്ടാകാം, ആർമേച്ചർ കറങ്ങാം, ആർമേച്ചർ ഇറങ്ങാം, സ്ലിപ്പ് റിംഗ്സും കറങ്ങാം, മാഗ്നറ്റ്സും കറങ്ങാം. പക്ഷേ ബ്രഷസ് ഒരിക്കലും കറങ്ങില്ല. ഈ ബ്രഷ് കറങ്ങിയാൽ എന്താണ്, ഈ പുറത്തെ സർക്യൂട്ടും കൂടി കറങ്ങിപ്പോകും. അപ്പോൾ ബ്രഷസ് എപ്പോഴും റെസ്റ്റിലായിരിക്കും എന്നുള്ള അർത്ഥം വെച്ച് പരീക്ഷയിൽ ചോദിക്കും. വിച്ച് ഇസ് ദി പാർട്ട് ഓഫ് JC ജനറേറ്റർ വിച്ച് ഓൾവേസ് റിമെയിൻസ് അറ്റ് റെസ്റ്റ്, ബ്രഷസ് ആണ്. ഇതിനെങ്ങനെ DC ജനറേറ്റർ ആക്കി മാറ്റാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ പാർട്സ് ഒന്ന് മനസ്സിലാക്കാം. ഇത് ആർമേച്ചർ ആണ്, ഇത് മാഗ്നറ്റ്സ് ആണ്, പരീക്ഷ ചോദിക്കും. ഇത് സ്ലിപ്പ് റിംഗ്സ് ആണ്. ഇതാരാണ്, നമുക്ക് സ്ലിപ്പ് റിംഗ്സ് ആണ്. ഈ രണ്ട് സാധനം ബ്രഷസ് ആണ്. ക്ലിയർ ആണല്ലോ, ഗ്രാഫൈറ്റ് ബ്രഷസ് എന്ന് പറയാൻ, വെറും ബ്രഷസ് എന്ന് പറയാം. ഇനി ഈ ഒരു ഇത് AC ജനറേറ്റർ ആണല്ലോ, പുറത്ത് വരുന്ന AC കറണ്ട് ആണ്, ഇങ്ങനത്തെ AC കറണ്ട് ആണ്, ഓൾട്ടർനേറ്റിംഗ് ആണ്, പ്ലസ് മൈനസ് അങ്ങനെയാണ് വരിക. ഇതിന് DC ജനറേറ്റർ ആക്കണമെങ്കിൽ, അതിൽ പുറത്ത് DC ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്ലേസ് സ്ലിപ്പ് റിംഗ്സ് വിത്ത് സ്പ്ലിറ്റ് റിംഗ്സ്. എക്സാമിന് ചോദിക്കും, ഹൗ ടു കൺവേർട്ട് AC ജനറേറ്റർ ടു DC ജനറേറ്റർ. പറയണം റിപ്ലേസ് സ്ലിപ്പ് റിംഗ്സ് വിത്ത് സ്പ്ലിറ്റ് റിംഗ്. അതായത് ഈ സ്ലിപ്പ് റിംഗ്സ് അല്ല, ഇതിനെടുത്ത് കളയുക, അതെടുത്ത് വലിയ വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് റിംഗ്സ്. അതായിരുന്നു സ്പ്ലിറ്റ് റിംഗ്സ്, DC മോട്ടറിൽ ഉണ്ടായിരുന്ന, ഇലക്ട്രിക് മോട്ടർ ഉണ്ടായിരുന്ന സ്പ്ലിറ്റ് റിംഗ്സ് വെച്ച് നിങ്ങൾ റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഒരു DC ജനറേറ്റർ കിട്ടും. അപ്പോൾ പുറത്ത് വരുന്ന കറണ്ട് എന്തായിരിക്കും, DC കറണ്ട് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പുറത്ത് വരുന്ന DC ആയിരിക്കും, പക്ഷെ അപ്പോഴും ഉള്ളിൽ ആർമേച്ചറിൽ എന്തായിരിക്കും, AC ആയിരിക്കും. അപ്പോൾ AC ജനറേറ്റർ ആണെങ്കിൽ ആർമേച്ചറിൽ AC ആയിരിക്കും, DC ജനറേറ്റർ ആണെങ്കിൽ പുറത്ത് DC ഒക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും, ആർമേച്ചറിൽ അപ്പോഴും AC തന്നെ ആയിരിക്കും. ഇതൊക്കെ എക്സാമിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, ഔട്ട്പുട്ട് ഗ്രാഫ്, AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. DC ബാറ്ററിയുടെ എങ്ങനെയായിരിക്കും, പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്, പക്ഷേ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറയും, കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, DC ബാറ്ററിയുടെ, DC ജനറേറ്ററിന്റെ അല്ല, ഞാൻ DC ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DC ബാറ്ററി ആണെന്ന് ഓർത്തോട്ടോ. ബാറ്ററി, സാധാരണ ബാറ്ററി. DC ജനറേറ്ററിന്റെ ഇങ്ങനെയല്ല കേട്ടോ, DC ജനറേറ്റർ തവണ ചാടുന്നില്ല, പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും, പക്ഷേ തവണ ചാടുന്ന പോലെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും, വാല്യൂ മാറിക്കൊണ്ടിരിക്കും. 0 നിന്ന് 2 വോൾട്ട്, 2 വോൾട്ട് നിന്ന് 3 വോൾട്ട്, 3 വോൾട്ട് നിന്ന് 5 വോൾട്ട്, 5 വോൾട്ട് നിന്ന് 3 വോൾട്ട്, അങ്ങനെ എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ് മാഗ്നിറ്റ്യൂഡ്. അതായത് EMF വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുവഴി കറണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഡയറക്ഷൻ ചെയ്യുന്നില്ല, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ എന്താണ് പഠിച്ചു, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണ് പഠിച്ചു, അതിന്റെ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ എന്താണ് ഇതിനോട് പഠിച്ചു, AC ജനറേറ്ററിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിച്ചു. ഈ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ സെറ്റ് ആക്കണം. ചാപ്റ്റർ കഴിഞ്ഞാൽ 2 പേജും കൂടി ഉണ്ട് ചാപ്റ്റർ, അതോടെ ചാപ്റ്റർ തീരും. ഓക്കെ, റെഡി ആണല്ലോ, പഠിക്കാൻ റെഡി ആണോ, പിടിച്ചോ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അടുത്ത് പഠിക്കാൻ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നുമില്ല മക്കളെ, ഒരു കോയിലിലെ കറണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. എങ്ങനെ കറണ്ട് ചേഞ്ച് ചെയ്യുക, ഈ DC ബാറ്ററിനെ എടുത്ത് മാറ്റി കളയുക. DC ബാറ്ററിക്ക് വരെ എന്ത് AC സോഴ്സ് കൊണ്ടുവയ്ക്കുക. അപ്പം എന്താണ് ഈ സ്വിച്ച് അടക്കി
അപ്പോൾ ഈ കോയിലിൽ എന്താണ് കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് ചേഞ്ച് ചെയ്ത് അവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് മറ്റവന്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് മറ്റവന്റെ ഉള്ളിൽ പാസ് ചെയ്യുമ്പോൾ അവന്റെ മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യില്ലേ. അവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ അവന്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവും, ഇൻഡ്യൂസ് EMF ഉണ്ടാവും. ഈ ബൾബ് കത്തും. ഈ ബൾബ് എന്ത് ചെയ്യും മക്കളെ? കത്തും. പക്ഷെ അതിനെന്ത് ചെയ്യണം? ഇവിടെ ഒരു AC സോഴ്സ് വേണം. ക്ലിയർ ആണല്ലോ? ഈ പരിപാടിയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുക. പരീക്ഷ ചോദിക്കും വാട്ട് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ? വെൻ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ വൺ കോയിൽ ചേഞ്ചസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് അറൌണ്ട് ഇറ്റ് ചേഞ്ചസ്. ഇവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. നല്ല കാര്യം. ആസ് എ റിസൾട്ട് ആൻഡ് EMF is induced in the secondary coil. അതുകൊണ്ടെന്താണ് അപ്പുറത്തെ കോയിൽ ഇത് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിൽ, ഇതിന് സെക്കൻഡറി കോയിൽ എന്ന് വിളിക്കുന്നത് പ്രൈമറി കോയിൽ. സെക്കൻഡറി കോയിൽ എന്താണ് ഒരു ഇൻഡ്യൂസ് EMF ഉണ്ടാവുന്നു. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ പ്രതിഭാസത്തിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വിളിക്കുന്നത്. ഇതിനൊക്കെ മലയാളം അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. മലയാളം നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ് മക്കളെ? ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് പഠിക്കാൻ ഡെഫിനിഷൻ ചോദിക്കുള്ളൂ, വേറെ കാര്യമായ കാര്യങ്ങൾ ചോദിക്കാനില്ല കേട്ടോ. ട്രാൻസ്ഫോമർ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ പരീക്ഷയിൽ ചോദിക്കും. വാട്ട് ഈസ് ദി പ്രവർത്തന തത്വം? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയണം. ഓക്കെ, രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് കൂട്ടുന്ന ആൾ, സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് കുറയ്ക്കുന്ന ആൾ. ഇതിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം നമുക്ക്. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ലോജിക്കലി പറഞ്ഞുതരാം. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് കൂട്ടുന്നല്ല. അപ്പോൾ എവിടെയായിരിക്കും വോൾട്ടേജ് കൂടുതൽ? പ്രൈമറിയിലാണ് സെക്കൻഡറിയിലാണ്? വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോമറാണ്. അപ്പോൾ സെക്കൻഡറിയിലാണ് വോൾട്ടേജ് കൂടുതൽ. സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലാണ്, നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലായിരിക്കും കൂടുതൽ. കറണ്ട് നേരെ തിരിക്കായിരിക്കും, കറണ്ട് പ്രൈമറിയിലായിരിക്കും കൂടുതൽ. കറണ്ട് എപ്പോഴും വോൾട്ടേജിനോട് നമ്പർ ഓഫ് ടേൺസ് നേരെ തിരിഞ്ഞായിരിക്കും. അപ്പോൾ പ്രൈമറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. എവിടെയാണോ കറണ്ട് കൂടുതൽ അവിടെയാണ് നമ്മൾ തിക്ക് വയസ് ഉപയോഗിക്കുക. സോ പ്രൈമറിയിലാണ് തിക്ക് വയസ് ഉപയോഗിക്കുക. കഴിഞ്ഞു. തിക്ക് വയസ് ഉപയോഗിക്കുക. എന്തിനാണ് സാർ തിക്ക് വയസ് അവിടെ ഉപയോഗിക്കുന്നത്? കാരണം കറണ്ട് കൂടി സ്ഥലത്തുനിന്നാണ് ഹീറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തിക്ക് വയസ് ഉപയോഗിച്ചാൽ ആ തിക്ക് വയസിന്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഹീറ്റ് കുറയും. ഓക്കെ, അപ്പോൾ കറണ്ട് കൂടി സ്ഥലത്ത് നമ്മുടെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തിക്ക് വയസ് ഉപയോഗിക്കുന്നത്. പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കണം. ഡൗൺ ട്രാൻസ്ഫോമർ സിമ്പിൾ ആണ്. വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ആണ്. സോ പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതൽ, സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും ഉണ്ടാവും. വോൾട്ടേജിന് കുറയ്ക്കുന്നുണ്ട്. എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ അവിടെയാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. എവിടെയാണോ ഇവരൊക്കെ കൂടുതൽ അവിടെ ആയിരിക്കും കറണ്ട് കുറവ്. നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തായിരിക്കും കറണ്ട് കൂടുതൽ. അതായത് വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലാണ് കൂടുതലും, കറണ്ട് എവിടെയാണ് കൂടുതൽ? സെക്കൻഡറിയിലായിരിക്കും കൂടുതൽ. അപ്പോൾ തിക്ക് വയസ് എവിടെ ഉപയോഗിക്കുക? സെക്കൻഡറിയിലാണ് ഉപയോഗിക്കുക. എവിടെയാണോ കറണ്ട് കൂടുതൽ അവിടെയാണ് നമ്മൾ തിക്ക് വയസ് ഉപയോഗിക്കുക. ഇത് ബൈ ഹാർട്ട് പഠിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലോജിക് ജസ്റ്റ് മനസ്സിലാക്കി സ്റ്റെപ്പ് അപ്പ് എന്ന് കേട്ടാൽ ഓർക്കേണ്ടതാണ് വോൾട്ടേജ് സെക്കൻഡറിയിലാണ് കൂടുതൽ. സ്റ്റെപ്പ് ഡൗൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ എവിടെ എന്താ ഓർക്കേണ്ടത്? വോൾട്ടേജ് പ്രൈമറിയിലായിരിക്കും കൂടുതൽ. കാരണം സ്റ്റെപ്പ് ഡൗൺ അല്ലേ, വോൾട്ടേജ് കുറയ്ക്കുന്ന ആളല്ലേ. ഇത്രയും ഓർത്ത് വെച്ചാൽ പരിപാടി സെറ്റാണ്. ഇനി ട്രാൻസ്ഫോമറിന് ഇക്വേഷൻസ് പഠിക്കണം. പരീക്ഷ ചോദ്യം വരും. VS/VP = NS/NP. ഇതിന്റെ ലോജിക് ഇത്രയുള്ള S വന്നാൽ S വരും, P വന്നാൽ V വരും. അത്രേ ഉള്ളൂ സംഭവം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ, പവറിന്റെ ഇക്വേഷൻ എന്താണ്? B വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. പ്രൈമറിയിലെ പവർ എത്രയായിരിക്കും? VP/IP ആയിരിക്കും. സെക്കൻഡറിയിലെ പവർ എന്തായിരിക്കും? VS/IS ആയിരിക്കും. രണ്ട് സെയിം ആയിരിക്കും. അതായത് പവർ ഓഫ് എ ട്രാൻസ്ഫോമർ പ്രൈമറിയിൽ ആയിക്കോട്ടെ സെക്കൻഡറി ആയിക്കോട്ടെ രണ്ട് സെയിം ആയിരിക്കും. സോ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. പവർ ഓഫ് എ ട്രാൻസ്ഫോമർ ഇൻ പ്രൈമറി 10 വാട്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സെക്കൻഡറിയിൽ 10 വാട്ട് തന്നെയാണ്. പ്രൈമറിയിലെ 10 വാട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലും 10 വാട്ട് തന്നെയാണ്. അപ്പോൾ VP/IP 10 വാട്ടാണ്, മറ്റേതും VS/IS 10 വാട്ടാണ്. അപ്പോൾ ആ ലോജിക് ഇപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ പവർ ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആണ്. പ്രൈമറിയിലാണ് സെക്കൻഡറിയിലാണ്. VP/IP ആണെങ്കിലും VS/IS ആണ് സെയിം ആണ്. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. നേരത്തെ എന്താണ്? ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്തപ്പോൾ വേറൊരു കോയിലിൽ എന്താണ്? EMF ഉണ്ടായി. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ആലോചിച്ച് നോക്കിയേ, ഒരു സോളിനോയിഡ് ഉണ്ട്. ഈ ബൾബിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്ക്. ഒരു സോളിനോയിഡ് ഉണ്ട്. അപ്പോൾ എന്താണ്? ഒരു സോളിനോയിഡ് ഉണ്ട്, ഒരു AC സോഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് ചേഞ്ച് ചെയ്യും. സോളിനോയിഡിന്റെ കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് അവൻ്റെ ഉള്ളിൽ വേറൊരു എക്സ്ട്രാ EMF ഉണ്ടാവില്ലേ? ആ EMF നമ്മൾ വിളിക്കും ബാക്ക് EMF. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ വിളിക്കുക സെൽഫ് ഇൻഡക്ഷൻ. കാരണം ഇവിടെ വേറെ ആരുടെയും സഹായം ഉണ്ടായിരുന്നില്ല. ഇവൻ ഒറ്റയ്ക്ക് എന്താണ്? അവന്റെ കറണ്ട് ചേഞ്ച് ചെയ്ത് അവൻ്റെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തു, അവൻ EMF ഉണ്ടാക്കി. ഇതിനാണ് നമ്മൾ വിളിക്കുക സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വെക്കണം. വെൻ AC current is passed through a solenoid, the magnetic flux through it changes. When magnetic flux changes, a back EMF is induced in the solenoid. This is called self-induction. എന്തുകൊണ്ടാണ് ഇതിന് ബാക്ക് EMF എന്ന് വിളിക്കാൻ കാരണം ഈ ഉണ്ടായ EMF ഇല്ലേ, ഉണ്ടായ ഇൻഡ്യൂസ് EMF ഇല്ലേ, അത് നമ്മുടെ AC സോഴ്സിനെ ഒപ്പോസ് ചെയ്യും. സോഴ്സിനെ ഒപ്പോസ് ചെയ്ത് ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് വോൾട്ടേജിനെ സഫല വോൾട്ടേജിനെ കുറയ്ക്കും. എഫക്റ്റീവ് വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യും, കറണ്ടിനെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ ബാക്ക് EMF ഉണ്ടാകുന്ന നല്ല കാര്യമാണോ? നല്ല കാര്യമല്ല. ആ സർക്യൂട്ടിലെ വോൾട്ടേജിനെ ആക്ച്വലി കുറയ്ക്കുകയാണ് ചെയ്യുക. അതുവഴി എന്താണ്? കറണ്ടിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. ഇനി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുകയാണ്, ഇങ്ങനെ 4-5 സർക്യൂട്ട് വന്നിട്ട് ചോദിക്കും ബ്രൈറ്റ്നസ് കമ്പയർ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്ക് EMF ഉണ്ടാവണം എന്ത് വേണം? ഒരു AC സോഴ്സും വേണം, ഒരു സോളിനോയിഡും വേണം. രണ്ടും ഉണ്ടെങ്കിലേ ബാക്ക് EMF ഉണ്ടാവുള്ളൂ. ഒരാൾ മാത്രം പോരാ. അങ്ങനെയാണ് ഇവിടെ ബാക്ക് EMF ഉണ്ടാവും. സാർ ഇവിടെ AC സോഴ്സ് ഉണ്ട്, പക്ഷേ ഇവിടെ സോളിനോയിഡ് ഇല്ല, അപ്പോൾ ബാക്ക് EMF ഉണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇവന്റെ വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ ഇവിടെ ബാക്ക് EMF എത്രയായിരിക്കും? നിങ്ങൾ പറയാം ബാക്ക് EMF 0 ആയിരിക്കും. അപ്പോൾ ഈ 10 വോൾട്ട് കംപ്ലീറ്റ് ആർക്ക് കിട്ടും? ഈ ബൾബിന് കിട്ടും. മാക്സിമം ബ്രൈറ്റ്നസ് ആയിരിക്കും ഉണ്ടാവും. മാക്സിമം ബ്രൈറ്റ്നസ് നല്ല ബ്രൈറ്റ് ആയിരിക്കും ഉണ്ടാവും.
ഇവിടുത്തെ സ്ഥിതി എന്താണ് മക്കളെ? ഇവിടെ സോളിനോഡ് ഉണ്ട്, പക്ഷേ AC സോഴ്സ് ഇല്ല. AC സോഴ്സും സോളിനോഡ് രണ്ട് വന്നാലേ ബാക്ക് EMF ഉണ്ടാവുള്ളൂ. സോ ഇവിടെ ബാക്ക് EMF എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവില്ല, കാരണം സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ കറണ്ട് ചേഞ്ച് ചെയ്യണം. DC ബാറ്ററി വെച്ച് കറണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റൂ? ഇല്ല. ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവില്ല, ബാക്ക് EMF ഉണ്ടാവില്ല. 10 വോൾട്ടിന് DC ബാറ്ററി ആണെങ്കിൽ 10 വോൾട്ടും ബൾബിന് കിട്ടും, മാക്സിമം ബ്രൈറ്റ്നസ് ആയിരിക്കും ഉണ്ടാവും. എന്നാൽ ഇവിടെയോ? സാർ ഇവിടെ AC സോഴ്സും ഉണ്ട്, നമ്മുടെ സോളിനോഡ് രണ്ടുപേരുണ്ട്. അപ്പോൾ ഇവിടെ ബാക്ക് EMF ഉണ്ടാവും. ലെറ്റ്സ് ഇത് 10 വോൾട്ട് ആണെങ്കിൽ നമ്പർ ഞാൻ വെറുതെ പറയാം, ബാക്ക് EMF ലെറ്റ്സ് 2 വോൾട്ട് എല്ലായിരിക്കും. നമ്പർ ഞാൻ വെറുതെ പറയാം, വിഷയമുള്ള കാര്യമില്ല. നിങ്ങൾ പരീക്ഷയിൽ എഴുതുമ്പോൾ ഇവിടെ ബാക്ക് EMF ഉണ്ടാവും എന്ന് പറയാം. കാരണം AC സോളിനോഡ് ഉണ്ട്, AC സോഴ്സ് ഉണ്ട്, കറണ്ട് ചേഞ്ച് ചെയ്തിട്ട് സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുന്നത്, ബാക്ക് EMF ഉണ്ടാവുന്നത്. അപ്പോൾ 2 വോൾട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി 8 വോൾട്ടേ ഉള്ളൂ. 8 വോൾട്ടേ നമ്മുടെ ആർക്ക് കിട്ടുള്ളൂ? ബൾബിന് കിട്ടുള്ളൂ. ബൾബിന്റെ ബ്രൈറ്റ്നസ് ഭയങ്കര ഉണ്ടാവുമോ? അത്ര ഉണ്ടാവില്ല. ഓക്കെ, ലാസ്റ്റ് സർക്യൂട്ട് നോക്കാം. സോളിനോഡ് ഉണ്ട്, AC സോഴ്സ് ഉണ്ട്. സോളിനോഡിനുള്ളിൽ എന്താ സാധനം വെച്ചിരിക്കുന്നത്? പച്ചിരുമ്പാണ് കേട്ടോ. സോഫ്റ്റ് അയൺ കോർ. സോഫ്റ്റ് അയൺ കോർ വെച്ച് എന്താ സംഭവിക്കുക? ബാക്ക് EMF കൂടും. 10 വോൾട്ട് ആണെങ്കിൽ ബാക്ക് EMF ഉണ്ടാവും. ബാക്ക് EMF നിങ്ങൾ 3 വോൾട്ട് എന്ന് ഞാൻ എഴുതി വെക്കും. അതിനെ എഴുതി വെച്ചിരിക്കുന്നത് നേരത്തേക്കാളും കൂടുതൽ കാണിക്കാണ്ടില്ല. നിങ്ങൾ പരീക്ഷയിൽ എഴുതി വെക്കുക, ഇവിടുത്തെ ബാക്ക് EMF-നെക്കാളും സോഫ്റ്റ് അയൺ വെക്കുമ്പോൾ ബാക്ക് EMF കൂടും. ബാക്ക് EMF കൂടി കഴിഞ്ഞാൽ ബൾബിന് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? വീണ്ടും കുറയാണ് ചെയ്യുക. 7 വോൾട്ട് കിട്ടുള്ളൂ. ബൾബിന് ബ്രൈറ്റ്നസ് വളരെ കുറവായിരിക്കും. സോ ബ്രൈറ്റ്നസ് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? Aക്ക് ഏറ്റവും കൂടുതലായിരിക്കും, Bക്കും അത്ര തന്നെ ആയിരിക്കും, പിന്നെ Cക്ക്, പിന്നെ Dക്ക്. ഓക്കെ, ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി പഠിച്ചു വെച്ചാണ്. ഓക്കെ, പരീക്ഷയിൽ ബാക്ക് EMF ഉണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ എഴുതി വെക്കണം. ഇവിടെ ബാക്ക് EMF ഉണ്ട്, ഇവിടെ ബാക്ക് EMF സോഫ്റ്റ് ആൻഡ് കുറച്ചാൽ കൂടുതലാണ്. ബാക്ക് EMF എത്രത്തോളം കൂടുതലാണ് അത്രത്തോളം ബൾബിന്റെ വോൾട്ടേജ്, ബൾബിന് കിട്ടുന്ന വോൾട്ടേജ് കുറയുകയായിരിക്കും ചെയ്യാം. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? മൈക്രോഫോൺ ആണ് സംഭവം. എന്താണ്? സൗണ്ട് വേവ്സിനെ എന്താണ്? ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു, ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റുന്നു. വർക്കിംഗ് പ്രിൻസിപ്പിൾ വീണ്ടും EMI ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. എനർജി കൺവേർഷൻ, സൗണ്ട് എനർജിനെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്നു. ഈ സൗണ്ട് എനർജിനെ മെക്കാനിക്കൽ എനർജി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് എനർജി കോമ അല്ലെ ബ്രാക്കറ്റിൽ മെക്കാനിക്കൽ എനർജി എഴുതി വെച്ചാൽ തെറ്റില്ല. സൗണ്ട് എനർജിനെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്നു. ഇതിന്റെ വർക്കിംഗ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം വളരെ സിമ്പിൾ ആണ്, ഞാൻ വായിക്കണോ? വായിച്ചേക്കാം. സംഭവത്തിലുണ്ട്. when sound wave reaches the diaphragm vibrates, this in turn vibrates the voice coil. sound waves എന്താണ്? വൈബ്രേഷൻസ് ആണ്. ഡയഫ്രം എത്തുമ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വോയിസ് കോയിൽ, ചുറ്റി കിടക്കുന്ന സാധനമാണ് വോയിസ് കോയിൽ. ആ വോയിസ് കോയിൽ കടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ദ വോയിസ് കോയിൽ ഇസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ വോയിസ് കോയിൽ വെച്ചിരിക്കുന്ന എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ചേഞ്ചസ് ആൻഡ് കറന്റ് ഇസ് ഇൻഡ്യൂസ്ഡ്. മക്കളെ, ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അവന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. ഈ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കും, മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കൊണ്ടിരിക്കും. മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കൊണ്ടിരുന്നതാണ് അവനുള്ളിൽ എന്താണ്? ഇൻഡ്യൂസ് EMF ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും. ആ കറണ്ടാണ് പുറത്തേക്ക് ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് പോകുന്നത്. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി. ഇതിന്റെ പാർട്സ് ഞാൻ പറഞ്ഞില്ല. പുറത്ത് കാണുന്ന സാധനമാണ് ഡയഫ്രം. ഇത് ചിലപ്പോൾ സർക്കുലർ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴും പുറത്ത് കാണുന്ന സാധനം ഡയഫ്രം. ഇങ്ങനെ കോയിൽ ചെയ്ത സാധനമാണ് വോയിസ് കോയിൽ. പിന്നെ ഉള്ളിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റ്സ് ഉണ്ടാവും. 3 പാർട്സ് പഠിച്ചാൽ പരിപാടി സെറ്റാണ്. ക്ലിയർ ആണല്ലോ? മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ പാർട്സ് സെറ്റാണ്, ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് പഠിക്കേണ്ടത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ നേരെ ലൗഡ് സ്പീക്കറിലേക്ക് നമ്മുടെ സിഗ്നൽ വിടില്ല. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ പുറത്ത് വരുന്ന ഇലക്ട്രിക് സിഗ്നൽ വീക്ക് ആയിരിക്കും. അത് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് പറഞ്ഞുകൊണ്ട് ആംപ്ലിഫയർ എന്ത് ചെയ്യും? അതിനൊന്ന് ആംപ്ലിഫൈ ചെയ്യും, സ്ട്രോങ് സിഗ്നൽ ആക്കും. എന്നിട്ട് നമ്മൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലേക്ക് വിടും. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന് ആ ഇലക്ട്രിക് സിഗ്നലിനെ വേണ്ടി എടുത്തിട്ട് എന്താണ്? സൗണ്ട് ആക്കി മാറ്റും. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ബുദ്ധിമുട്ടില്ല മക്കളെ, സെറ്റാണ്, റെഡി. മലയാളമൊക്കെ കൊടുത്തിട്ടുണ്ട്, നോട്ട്സിലുണ്ട്. അടുത്ത കഴിഞ്ഞില്ല, ഈ ചാപ്റ്റർ കുറച്ചധികം ഉണ്ട്. ഈ ഒരു സ്ലൈഡും കൂടി തീർന്ന ചാപ്റ്റർ കംപ്ലീറ്റ്, ഒരു കാര്യം പോലും നമ്മൾ മിസ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ചാപ്റ്റർ തീർന്നു നോക്കി കേട്ടോ. പവർ ട്രാൻസ്മിഷൻ ആണ് പഠിക്കാനുള്ളത്. അങ്ങ് പവർ സ്റ്റേഷനിൽ പവർ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ എങ്ങനെ എത്തുക എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ ഓരോ സ്റ്റേജിൽ നിന്ന് ചോദ്യം വരും കേട്ടോ. പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന വോൾട്ടേജ് 11 കിലോ വോൾട്ട് ആണ്. അവിടെ വെച്ച് തന്നെ ഒരു പവർ ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് പവർ ട്രാൻസ്ഫോമർ. പവർ ട്രാൻസ്ഫോമർ വെച്ച് 11 കിലോ വോൾട്ടിന് 220 കിലോ വോൾട്ട് ആക്കും. 2,20,000 കിലോ വോൾട്ട് ആക്കും. 220 കിലോ വോൾട്ട് ആണ്, കിലോ ഉണ്ട്, മറക്കരുത്. അപ്പോൾ അത്രയും ഹൈ വോൾട്ടേജ് ആക്കും. എന്തിനാണ് ഹൈ വോൾട്ടേജ് ആക്കുന്നത്? ഹൈ വോൾട്ടേജ് ആക്കിയ ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂടി നിങ്ങൾക്ക് കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞാൽ ഹീറ്റ് ലോസ് കുറയും. ഹീറ്റ് ലോസ് കുറയും. ഹീറ്റ് വഴി ഉണ്ടാകുന്ന ലോസ് എന്താണ്? ഇലക്ട്രിക് കമ്പികളിൽ കുറയും. ഈ ഹീറ്റ് വഴി ഉണ്ടാകുന്ന ലോസിനെ ട്രാൻസ്മിഷൻ ലോസ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് പറയാം ട്രാൻസ്മിഷൻ ലോസ് കുറയും. അപ്പോൾ വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കുറയും, കറണ്ട് കുറഞ്ഞാൽ ട്രാൻസ്മിഷൻ ലോസ് കുറയും. അതിനാണ് ഹൈ വോൾട്ടേജ് നമ്മൾ പവർ പ്രേഷണം നടത്തുന്നത്, ട്രാൻസ്മിഷൻ നടത്തുന്നത്. പക്ഷെ അത് വീട് എത്തുന്നവരെന്താണ്? 220 കിലോ വോൾട്ടിലാണ്. ഇടയ്ക്കിടയ്ക്കായിരുന്നു നമ്മൾ അതിനെ കുറയ്ക്കും. എവിടെ വെച്ചിട്ടാണ് കുറയ്ക്കുക? സബ്സ്റ്റേഷനിലായിരുന്നു നമ്മൾ എന്ത് ചെയ്യും? വോൾട്ടേജിനെ കുറച്ച് കൊണ്ടുവരും. പക്ഷെ എത്ര വാല്യൂസിനാണ് കുറയ്ക്കുക? ഡിപ്പെൻസ് ഓൺ സബ്സ്റ്റേഷൻ. അപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. 111 കിലോ വോൾട്ടും 220 കിലോ വോൾട്ടും പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ കുറേ സബ്സ്റ്റേഷനിലൂടെ കുറഞ്ഞ് വന്ന് എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ എത്തും. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ വീണ്ടും 11 കിലോ വോൾട്ടിന് എത്തുക. ആദ്യം തുടങ്ങിയ വോൾട്ടേജിൽ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ വീണ്ടും എത്തുക. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അത് വീണ്ടും എന്ത് ചെയ്യും? വോൾട്ടേജിനെ കുറച്ചിട്ട് വീട്ടിലേക്ക് 230 വോൾട്ടിലും ഇൻഡസ്ട്രീസിലേക്ക് 400 വോൾട്ടിലും എന്താണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കളയും. അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പവർ ട്രാൻസ്മിഷനിൽ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ എന്ത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അങ്ങ് ഉണ്ടായ പവർ സ്റ്റേഷൻ ഉണ്ടാവുന്നത് പവർ സ്റ്റേഷനിൽ ഉണ്ടായ പവർ ട്രാൻസ്ഫോമർ മാത്രമേ ഉള്ളൂ സ്റ്റെപ്പ് അപ്പ്. ബാക്കിയുള്ള എല്ലാ സബ്സ്റ്റേഷൻ ട്രാൻസ്ഫോമറും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ
ട്രാൻസ്ഫോമർ ഒക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്, വോൾട്ടേജിനെ കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ആണെന്ന് കാര്യം മറന്നു പോകരുത്. ഓൾസോ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന വീട്ടിലേക്ക് വരുന്ന 2 വയർസ് ആണ്, ഒരു ഫേസ് വയറും ഒരു ന്യൂട്രൽ വയറും. ന്യൂട്രൽ വയറിന്റെ കളർ ശരിക്കും ബ്ലാക്ക് ആണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കൊടുക്കാത്തത്, വൈറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഒരു ഫേസ് വയറും ഒരു ന്യൂട്രൽ വയറാണ് വീട്ടിലേക്ക് വരാൻ പോകുന്നത്. രണ്ടുപേരുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ട് ആണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നാണ് 230 വോൾട്ട് AC ആണ് കിട്ടാൻ പോകുന്നത്. AC കറണ്ടാണ് വീട്ടിൽ കിട്ടുക കേട്ടോ, മറക്കരുത്. ഓൾസോ ഇൻഡസ്ട്രീസിലേക്ക് പോകുന്ന 2 ഫേസ് വയർ ആണ് മക്കളെ. 2 ഫേസ് വയർ പോകും. 2 ഫേസ് വയർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലാണ് 400 വോൾട്ട് ആണുള്ളത്. സോ ഇൻഡസ്ട്രിയിൽ എത്ര കിട്ടും? 400 വോൾട്ട് കിട്ടുന്ന കാര്യം മനസ്സിലാക്കുക. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എർത്ത് വയർ വരുന്നില്ല, 2 വയർസേ വരുള്ളൂ. ഫ്യൂസ് വയർ അല്ല, ഫേസ് വയറോ ന്യൂട്രൽ വയറോ അല്ലാണ്ട് എന്ത് വരുന്നില്ല മക്കളെ? എർത്ത് വയർ വരുന്നില്ല. എർത്ത് വയർ നമ്മുടെ വീട്ടിൽ നിന്ന് കുഴിയിലേക്ക്, ഗ്രൗണ്ടിലേക്ക്, എർത്തിലേക്ക് കുഴിക്കുന്ന വയറാണ്. അത് KSEB എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരുന്ന വയർ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. KSEB എന്ന് വരുന്ന വയർ ഒരു ഫേസ് വയർ ന്യൂട്രൽ വയർ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെറ്റാണല്ലോ. വരുന്ന കറണ്ട് എന്താണ്? AC ആണ്. വീട്ടിൽ അപ്പോൾ സാർ ചില DC ഡിവൈസസ് ഉണ്ടാവില്ല, നമ്മുടെ ഫോണിന്റെ ചാർജ് DC ആണ്. അപ്പോൾ അത് AC എങ്ങനെ DC ആക്കുക? അതിനുപയോഗിക്കുന്ന ഡിവൈസ് ആണ് മക്കളെ ട്രാൻസ്ഫോമർ അല്ല, റെക്ടിഫയർ ആണ്. ഓക്കെ, റെക്ടിഫയർ എന്തിനാ എന്ത് ചെയ്യും? AC-നെ DC ആക്കി മാറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തോക്കണം. അത് നമ്മുടെ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, പക്ഷേ അത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതി വെക്കാൻ സാധിക്കുമല്ലോ, ബുദ്ധിമുട്ടില്ല. ശരി, ഓക്കെ. ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ പെട്ടെന്ന് പഠിക്കാം മക്കളെ. വീട്ടിലേക്ക് വരുന്ന ഒരു ഫേസ് വയറും ഒരു ന്യൂട്രൽ വയറാണ്. ഫേസ് വയറിനെ ലൈവ് വയർ എന്ന് വിളിക്കാറുണ്ട്. രണ്ടും വന്നിട്ട് ആദ്യം മീറ്റ് ചെയ്യാൻ പോകുന്ന ഡിവൈസ് എന്താണ് മക്കളെ? വാട്ട് അവർ മീറ്റർ ആണ്. വാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എനർജി കൺസംഷൻ മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ്. ഊർജ്ജം എത്രത്തോളം ഉപയോഗിക്കുന്നുള്ള അളക്കുന്ന ഡിവൈസ് ആണ് വാട്ട് അവർ മീറ്റർ. അതാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോകുന്ന ഡിവൈസ്. പരീക്ഷ ചോദിക്കും. അതിനുശേഷം മെയിൻ ഫ്യൂസ് ഉണ്ടാകും. മെയിൻ ഫ്യൂസിലേക്ക് പക്ഷേ ആര് മാത്രമേ പോകുന്നുള്ളൂ? ഫേസ് വയർ മാത്രമേ പോകുന്നുള്ളൂ, ന്യൂട്രൽ വയർ കണക്ഷൻ പോകുന്നില്ല. അതിനുശേഷം മെയിൻ സ്വിച്ച് ഉണ്ടാവും. മെയിൻ സ്വിച്ച് ഓൺ ആക്കിയാൽ വീട്ടിൽ കറണ്ട് കിട്ടും, മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാൽ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ബേസിക് കാര്യം പഠിച്ചു വെച്ചോ, പരീക്ഷ ചോദ്യം വരും. വീട്ടിൽ എത്ര എനർജി കൺസ്യൂം ചെയ്തു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത് മക്കളെ. പവർ വാട്ട്സിൽ ഇടുക, ടൈം അവറിൽ ഇടുക, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് എനർജി കിട്ടും. എനർജി കിട്ടുന്ന ഏത് യൂണിറ്റിലായിരിക്കും? കിലോ വാട്ട് അവറിലായിരിക്കും. കിലോ വാട്ട് അവറിന്റെ വേറൊരു പേരാണ് യൂണിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അവസാന ആൻസർ കിട്ടാൻ പോകുന്ന 5 ആണെങ്കിൽ 5 കിലോ വാട്ട് അവർ അഥവാ 5 യൂണിറ്റ്സ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, പക്ഷേ 1000 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യണം. ടൈം സെക്കൻഡ്സിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല, അവറിൽ തന്നെ വെക്കുക. പരീക്ഷ ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ എന്താണ്? വൈകുന്നേരം ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ പഠിപ്പിച്ചു തരാം. ഓക്കെ, റെഡി. 3 ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ഇമ്പോർട്ടൻ്റ് ആണ്. സേഫ്റ്റി ഡിവൈസ് ആണ്. ഒന്ന് സേഫ്റ്റി ഫ്യൂസ് ആണ്. സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ പ്രിൻസിപ്പിൾ ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് ഹീറ്റിംഗ് എഫക്ട് ആണ്. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഫ്യൂസ് ഫയർ ഹാസ് ടു ബി മാനുവലി റിപ്ലേസ് ആഫ്റ്റർ ഇറ്റ് മെൽറ്റ്സ്. ഓരോ പ്രാവശ്യത്തിൽ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഫ്യൂസ് ഫയറിനെ മാനുവലി റിപ്ലേസ് ചെയ്യേണ്ടത് ഒരു ഡിസഡ്വാൻറ്റേജ് ഓർത്ത് വെച്ചോട്ടോ. ഓക്കെ, MCB എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി ഫ്യൂസ് പോലെ തന്നെയാണ്. ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ട്, ഇതും ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ എന്നാണ് വീട്ടിൽ അതും ഉരുകി പോകുന്നതാണ്. വീട്ടിൽ കറണ്ട് എന്നാണ് ഓഫ് ആയിക്കോളും. നമ്മുടെ വീട്ടിലെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഒക്കെ രക്ഷപ്പെടും, സംരക്ഷിക്കപ്പെടും. MCBയും സെയിം സാധനമാണ്, സെയിം എന്താണ് യൂട്ടിലിറ്റിയാണ്. പക്ഷേ MCB വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റിംഗ് എഫക്ട് ഫോർ ഓവർലോഡിങ്. ഓവർലോഡിങ് വരുമ്പോൾ ഹീറ്റിംഗ് എഫക്റ്റിലാണ് വർക്ക് ചെയ്യുക. അതേസമയം മാഗ്നറ്റിക് എഫക്റ്റിലും വർക്ക് ചെയ്യും എപ്പം ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ. ഇത് ഓർത്ത് വെച്ചോ. അപ്പോൾ പരീക്ഷ ചോദിക്കും സേഫ്റ്റി ഫ്യൂസും നമ്മുടെ MCB തമ്മിൽ ഡിഫറൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം എന്താണ്? MCB വർക്ക് ചെയ്യുക ഹീറ്റിംഗ് എഫക്റ്റിൽ, മാഗ്നറ്റിക് എഫക്റ്റിലാണ്. സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുക വെറും ഹീറ്റിംഗ് എഫക്റ്റിൽ മാത്രമാണ്. മാത്രമല്ല വേറെ ഡിഫറൻസ് എന്താണ്? വെൻ ഇറ്റ് ട്രിപ്സ്, ഇത് ട്രിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്? ഇറ്റ് ക്യാൻ ബി സ്വിച്ച്ഡ് ഓൺ ആക്കി ജസ്റ്റ് പോയി ഓൺ ആക്കിയാൽ വീട്ടിൽ കറണ്ട് വന്നു. പക്ഷേ സേഫ്റ്റി ഫ്യൂസിന് അങ്ങനെയല്ല. അതെന്താണ്? മെൽറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ വീണ്ടും വയറിനെ റിപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ ഇത് വ്യത്യാസങ്ങൾ പരീക്ഷ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ELCB ആണ്. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ് പേര്. ഫുൾ ഫോം ഓർത്ത് വെച്ചാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഇവിടെ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ പേരിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എർത്തിലേക്ക് കറണ്ട് ലീക്ക് ചെയ്യുമ്പോൾ സർക്യൂട്ട് ബ്രേക്കിംഗ് സാധനം ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. പരീക്ഷ ചോദിക്കും ELCBക്ക് പറയും ഇപ്പം എന്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? RCCB എന്ന് എഴുതിക്കണം. ഈ RCCB is used more than ELCB now എന്ന് എഴുതി വെക്കണം. ക്ലിയർ ആണ്? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എർത്തിങ് എന്താണ് മക്കളെ? സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ TVയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മെറ്റൽ ബോഡിയിൽ നിന്ന് ഒരു പച്ച കളർ വയർ എടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കും. ഇതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് വിളിക്കുക. ഓക്കെ, ഈ എർത്തിങ് കൊണ്ട് എന്താവണം? നമ്മൾ പോയി തൊടുമ്പോൾ എങ്ങാനും ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കില്ല. നേരെ എന്താണ്? ആ ഷോക്ക് എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളും. അപ്പോൾ അതാണ് എർത്തിങ്ങിന്റെ കോൺസെപ്റ്റ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, എർത്ത് വയർ ആ ബോഡിയുടെ എന്താണ് ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ് എവിടെയൊക്കെ കണക്ട് ചെയ്യുക? അതിന്റെ മെറ്റൽ ബോഡിയിലേക്ക്. പരീക്ഷയിൽ ചോദിക്കുമ്പോൾ എഴുതിക്കണം മെറ്റൽ ബോഡിയിലേക്ക് കണക്ട് ചെയ്യുക. ഇത് നമ്മുടെ 3 പിന്നിൽ ഏത് പിന്നിലേക്കാണ് പോവുക? 3 പിന്നിൽ ഏറ്റവും വലിയ പിന്നിലേക്കാണ് പോകാമെന്ന് ഓർത്തോക്കണം കേട്ടോ. കളർ എന്താണ്? പച്ച കളറാണ്. വോൾട്ടേജ് എത്രയാണ്? പൊട്ടൻഷ്യൽ എത്രയാണ്? 0 പൊട്ടൻഷ്യലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഡെഫിനേഷൻ കൊടുത്തിട്ട് പഠിച്ചു വെക്കുക. ഇലക്ട്രിക് ഷോക്കിന്റെ പ്രിക്കോഷൻസ് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കും. ഒരു 5 എണ്ണം പഠിച്ചു വെച്ചോ. 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഷോക്കിന്റെ ഫസ്റ്റ് എയ്ഡും പഠിച്ചു വെച്ചോ. 3 എണ്ണം പരീക്ഷയിൽ എപ്പോഴും ചോദിക്കും. നിങ്ങൾ വിചാരിക്കരുത് ചോദിക്കില്ല എന്ന്. പരീക്ഷ ചോദിക്കും. ഇതും കൂടി പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ എന്നുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാണ്ട് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം.
reflection of light. First laws of reflection ആണ് മക്കളെ, angle of incidence is equal to angle of reflection ആണ് first law. Next the incident ray, reflected ray and the normal all lie on the same plane ആണ്. മൂന്ന് പേരും എന്താണ് ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ലോ എന്താ പറഞ്ഞത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ രണ്ട് സെയിം ആയിരിക്കും എന്നാണ് ഫസ്റ്റ് ലോ പറഞ്ഞിരിക്കുന്നത്. ഇൻസിഡന്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ എല്ലാം ഒരു പ്ലെയിൻ ആയിരിക്കും രണ്ടാമത്തെ ലോ. ഓർത്ത് വെച്ചാൽ പരീക്ഷ ചോദിക്കും കേട്ടോ. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലായിട്ട് വരുന്നവർ തിരിച്ച് പാരലായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് വിളിക്കും, ക്രമപ്രതിപതം എന്ന് വിളിക്കും. എന്നാൽ പാരലായിട്ട് വരുമ്പോൾ തോന്നുന്ന പോലെ റാൻഡം ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇനി ഇറഗുലർ റിഫ്ലക്ഷൻ അഥവാ വിപരീത പ്രതിപതം എന്ന് വിളിക്കും. രണ്ടിന്റെയും പെർട്ടിക്കുലർസ് ഓർത്ത് വെച്ചോട്ടോ, പരീക്ഷ ചോദിക്കും. റെഗുലർ റിഫ്ലക്ഷന്റെ കേസിൽ ഇമേജ് ഫോം ചെയ്യും, ഇറഗുലർ കേസിന്റെ റിഫ്ലക്ഷന്റെ കേസിൽ ഇമേജ് ഫോം ചെയ്യത്തില്ല. ക്ലിയർ ആണല്ലോ? കാരണം ഇത് റഫ് സർഫസ് ആണ്, ഇത് സ്മൂത്ത് സർഫസ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? മിററാണ്. മിറർ, പിന്നെ ഫോണിന്റെ സ്ക്രീൻ, വിൻഡോസ് ഒക്കെ ചെറിയ ഇമേജ് കാണാൻ പറ്റുന്ന കാരണങ്ങളൊക്കെയാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഇറഗുലർ റിഫ്ലക്ഷൻ എല്ലാ ഒബ്ജക്ട്സും, ഫോർ എക്സാമ്പിൾ ഈ പെന്ന്, എന്റെ ബോഡി, എന്റെ ഷർട്ട് എല്ലാം ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവും. റിഫ്ലക്ഷൻ ഉണ്ടാവും, പക്ഷേ ഇറഗുലർ ആയിരിക്കും, ഇമേജ് ഉണ്ടാവില്ല. രണ്ട് കേസിലും ലോസ് ഓഫ് റിഫ്ലക്ഷൻ വർക്ക് ചെയ്യും. ഇവിടെയും ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഹോൾഡ് ചെയ്യും, ഇവിടെയും ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഹോൾഡ് ചെയ്യും. ഓർത്ത് വെച്ചാൽ പരീക്ഷ ചോദിക്കുമ്പോൾ തെറ്റിക്കണ്ട. പ്ലെയിൻ മിററിന്റെ ഫീച്ചേഴ്സ് പഠിക്കാം. ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്ട് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും, ഇമേജ് സൈസും ഒബ്ജക്ട് സൈസും സെയിം ആയിരിക്കും. നേച്ചർ എന്തായിരിക്കും? വെർച്വൽ ഇരട്ട ആയിരിക്കും, മിഥ്യയും നിവർന്നതായിരിക്കും. എല്ലാവരും മറന്നു വരുത്. ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ സിമ്പിൾ ആണ് മക്കളെ. ഒരു ഒബ്ജക്റ്റ് പിടിക്കുക, ഒരു റേ ഇങ്ങനെ വരയ്ക്കുക, നോർമൽ വരയ്ക്കുക, ഈ ആംഗിളും ഏതാണ്ട് സെയിം വരുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ ആംഗിൾ സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വര വരച്ചെടുക്കുക. രണ്ടാമത്തെ റേ പിടിക്കുക, ഇവിടെ നോർമൽ വരയ്ക്കുക, ഈ ആംഗിളും സെയിം ആവുന്ന രീതി വരയ്ക്കുക, ഈ ആംഗിൾ സെയിം ആണെന്ന് കാണിക്കാൻ രണ്ട് വര വരച്ച് കാണിക്കുക. രണ്ട് വര ഇവിടെ വരയ്ക്കുക, രണ്ട് വര വരയ്ക്കുക. അപ്പോൾ രണ്ടാംഗിളും സെയിം ആണെന്ന് മനസ്സിലായി. ഇനി തിരിച്ചു പോകുന്ന റേ എന്താണ്? ഇങ്ങനെ പാരലായിട്ട് പോകരുത്, ഇങ്ങനെ പോകണം, വിട്ട് പോകണം, ഡൈവേർജ് ചെയ്ത് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഇമേജിനെ കാണിക്കണം. കഴിഞ്ഞു. 3 മാർക്ക് എന്നാണ് പരീക്ഷയിൽ കിട്ടും. 3 മാർക്ക് ഫീച്ചേഴ്സും പിന്നെ 2 മാർക്ക് ഫീച്ചർ, 1 മാർക്ക് ഫീച്ചർ, 2 മാർക്ക് റേ ഡയഗ്രം വെച്ചാൽ 3 മാർക്ക് പരീക്ഷയിൽ സിമ്പിൾ ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ഫോർമുല മറക്കരുത്. n = 360 / θ - 1 ആണ്. അത് പരീക്ഷ ചോദിക്കും. രണ്ട് മിറേഴ്സ് എന്താണ്? 60 ഡിഗ്രി ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ എത്ര ഇമേജസ് ഫോം ചെയ്യും? അപ്പോൾ നിങ്ങൾ n = 360 / θ എത്രയാണ്? 60 ഡിഗ്രി എന്ന് കൊടുക്കുക. -1 0 കട്ട് ചെയ്ത് 6 - 1 = 5 ഇമേജസ് ആണ് ഫോം ചെയ്യാന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ വരും. സിമ്പിൾ ആയിട്ട് കൂടെ ചെയ്ത് കൊടുക്കുക. ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഈ ടേബിൾ പഠിച്ചു വെക്കുക. ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 5 പഠിച്ചു വെക്കാൻ, ഈ 5 പഠിച്ചാൽ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഷോർട്ട് കട്ട്? ഈ സാധനം തന്നെയാണ് ഇവിടെ വരിക, ഈ സാധനം തന്നെയാണ് ഇവിടെ വരിക, ഈ സാധനം തന്നെയാണ് ഇവിടെ വരിക, ഈ സാധനം തന്നെ ഇവിടെ വരിക, ഈ സാധനം തന്നെ ഇവിടെ വരിക. നേരെ തിരിച്ച് എഴുതി വെച്ചാൽ മതി. 6ാമത്തെ കേസ് മാത്രമേ സ്പെഷ്യൽ കേസ് ഉള്ളൂ. ഈ 5 കേസിൽ റിയൽ ഇൻവെർട്ടർ ആണ് വരിക. 6ാമത്തെ കേസിന് മാത്രം വെർച്വൽ ഇൻവെർട്ടർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കോൺകേവ് മിറർ എല്ലാം ഉണ്ടാക്കും. കോൺകേവ് മിറർ എല്ലാ ഇമേജും ഉണ്ടാക്കും. റിയൽ ഇമേജ് ഉണ്ടാക്കും, വെർച്വൽ ഉണ്ടാക്കും, ഡിമിനിഷ്ഡ് ഉണ്ടാക്കും, സെയിം സൈസ് ഉണ്ടാക്കും, എൻലാർജ് ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കാൻ പറ്റും. റിയലും പറ്റും, വെർച്വലും പറ്റും, ഇൻവേർട്ടഡ് പറ്റും, ഇറക്റ്റും പറ്റും, സെയിം സൈസും പറ്റും, ചെറിയ ഇമേജും പറ്റും, വലിയ ഇമേജും എല്ലാം ബാപ്പ് ഓഫ് ഓൾ മിറേഴ്സ് ആണ്. ഓക്കെ, ഗോഡ് ഫാദർ. ഓക്കെ, കോൺകേവ് മിററിന്റെ യൂസ് മക്കൾ ഡെന്റിസ്റ്റിന് മിററായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെന്താണ്? ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. രണ്ടും ഓർത്ത് വെച്ചോ. ഓക്കെ, കോൺവെക്സ് മിറർ ഇതൊന്നും പറ്റില്ല. കോൺവെക്സ് മിററിന് എപ്പോഴും ഡിമിനിഷ്ഡ് മാത്രമേ പറ്റുള്ളൂ, വെർച്വൽ ഇൻഡയറക്റ്റ് മാത്രമേ പറ്റില്ല. റിയൽ ഇമേജ് പറ്റില്ല. അപ്പോൾ റിയൽ ഇമേജ് പറ്റുന്ന ഒരൊറ്റ മിററേ ഉള്ളൂ. ആരാണ്? കോൺകേവ് മിറർ. കാരണം പ്ലെയിൻ മിററിന് റിയൽ ഇമേജ് പറ്റില്ല, വെർച്വലേ പറ്റുള്ളൂ. കോൺവെക്സ് മിററിനും അത് നടക്കില്ല. അപ്പോൾ ആർക്ക് മാത്രമേ റിയൽ ഇമേജ് പറ്റുള്ളൂ? നമ്മുടെ കോൺകേവ് മിററിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർത്തുക. എൻലാർജ് ഇമേജ് ആർക്കേ പറ്റുള്ളൂ? ഇവന് മാത്രമേ പറ്റുള്ളൂ. പ്ലെയിൻ മിററിന് എന്താണ്? സെയിം സൈസ് തരാൻ പറ്റുള്ളൂ, ഇവന് സ്മോൾ സൈസ് തരാൻ പറ്റുള്ളൂ. സോ ഇവന് മാത്രമേ എൻലാർജ് തരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഓർത്ത് വെച്ചാൽ പരീക്ഷയിൽ 1 മാർക്ക് ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത് കേട്ടോ. ഈ 2 വേണം ബൈ ഹാർട്ട് പഠിച്ചോ. പരീക്ഷ ചോദിക്കാറില്ല, പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാൻ പറ്റണം. മിറർ ഫോർമുല 1/f = 1/v + 1/u. ഇതിന്റെ ഷോർട്ട് കട്ട് ഫോർമുല എന്താണ്? f = ue / u + v ആണ്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ ഫോർമുല, മാഗ്നിഫിക്കേഷൻ ഡെഫിനിഷൻ പരീക്ഷ ചോദിക്കുക. അപ്പോൾ പറയണം റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയണം. ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു സൈൻ മിസ്സിംഗ് ആണ്, ഈക്വൽ ടു -v/u എന്ന് കൂടി എഴുതി വെക്കണം. -v/u. v എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്, u എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ക്ലിയർ ആണ് മക്കളെ? ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. മലയാളത്തിൽ നോട്ട്സ് കൊടുത്തിട്ടുണ്ടോ? എല്ലാം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ മക്കളെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? ഫസ്റ്റ് റിഫ്രാക്ഷൻ ലോ ആണ് സ്നെൽസ് ലോ. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്നെൽസ് ലോ. സ്നെല്ലിന്റെ നിയമം എന്താ പറയുന്നത്? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റന്റ്. റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റന്റ്. പതനകോണിന്റെ സൈൻ വിലയും അപവർത്തന കോണിന്റെ സൈൻ വിലയും അടങ്ങുന്ന അതിന്റെ അനുപാതത വില അഥവാ റേഷ്യോ ഇസ് എ കോൺസ്റ്റന്റ്, ഒരു സ്ഥിരസംഖ്യയായിരിക്കും. എഴുതി വെക്കണം, വൃത്തിക്ക് കേട്ടോ. രണ്ടാമത്തെ ലോ സിമ്പിൾ ആണ്. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ഓൾ ലൈൻ ദ സെയിം പ്ലെയിൻ. റിഫ്ലക്റ്റഡ് അല്ല, റിഫ്രാക്റ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ മറന്നു പോകരുത്. ബെൻഡിങ്ങിന്റെ റൂൾ പഠിച്ചു വെക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിൽ ലൈറ്റ് വരുമ്പോൾ എന്താണ്? ലൈറ്റ് നേരെ പോകേണ്ട ലൈറ്റ് എവേ ഫ്രം നോർമൽ പോകും. കാരണം ഇവന് മസിൽ ഇല്ലല്ലോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവല്ലേ, മസിലില്ല എന്ത് ചെയ്യും? അവന് നോർമലിലേക്ക് പിടിച്ച് വലിക്കാൻ പറ്റില്ല. അതെന്നാണ് എവേ ഫ്രം നോർമൽ പോകേണ്ടി വരും. അങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിൽ വരുമ്പോഴോ നേരെ പോകേണ്ടവൻ എന്താണ്? നോർമലിന് അടുത്തേക്ക് വരും. കാരണം ഇവൻ എന്താണ്? മസിൽ കൂടുതലാണ്, അപ്പം നോർമലിലേക്ക് പിടിച്ച് വലിക്കും. സോ ബെൻസ് ടുവേർഡ്സ് നോർമൽ, ഇത് എവേ ഫ്രം നോർമൽ.
ലംബത്തിനോട് അടുക്കുന്നു, ഇത് ലംബത്തിൽ നിന്ന് അകലുന്നു. ഓക്കെ, ഓർത്ത് വെക്കണം. മസിൽ കൂടിയാൽ ലംബത്തിനോട് അടുപ്പിക്കും. ഓക്കെ, ക്ലിയർ ആണോ? സ്പീഡിന്റെ ഫോർമുല ഓർത്ത് വെച്ചാൽ മക്കളെ n=c/v ആണ്. മറ്റൊരു കാര്യം ഓർത്ത് വെച്ചാൽ ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രത്തോളം കൂടുതലാണോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം ഡിക്രീസസ്. എത്രത്തോളം മസിൽ ഉണ്ടോ അത്രത്തോളം ലൈറ്റിന്റെ സ്പീഡ് ആ മാധ്യമത്തിൽ കുറവായിരിക്കും എന്നുള്ള ഓർത്തുക. ഓൾസോ എത്രത്തോളം മസിൽ ഉണ്ടോ അത്രത്തോളം നോർമലിലേക്ക് ബെൻഡ് ചെയ്യും, അത്രത്തോളം റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ അത്രത്തോളം കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകണ്ട. n=c/v ആണ് ഫോർമുല. c എന്ന് പറഞ്ഞതിന്റെ വാല്യൂ എത്രയാണ് നമ്മുടെ 3 × 10⁸ ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ് കേട്ടോ, പഠിച്ചു വെച്ചു. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം അഥവാ എയർ എത്രയാണ്? 3 × 10⁸ ആണ്. ഈ v എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഗ്ലാസ്സിലെയാണ്, ഗ്ലാസ്സിലെ ലൈറ്റിന്റെ സ്പീഡ്. n എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെയാണ്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനോ അല്ലെ ആ മീഡിയത്തിലെ ലൈറ്റ് ഗ്ലാസ്സിലെയോ അല്ലെ വാട്ടറിലെയോ ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് വേറെ മറ്റൊരു ഫോർമുല ഉണ്ട്. രണ്ട് മാധ്യമത്തിന്റെ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യണം? ആദ്യത്തവന്റെ രണ്ടാമത്തവന്റെ n2 / ആദ്യത്തവന്റെ n1 = v1/v2. ഫസ്റ്റ് മീഡിയത്തിന്റെ ലൈറ്റ് സ്പീഡ് / രണ്ടാമത്തെ മീഡിയത്തിൽ ലൈറ്റ് സ്പീഡ്. ഓർത്ത് വെച്ചോ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ പറപ്പിച്ചു വിട്ടാൽ ഇടയിൽ കൂടെ ലൈറ്റ് പോകും. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരും. ഈ സന്ദർഭത്തിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. വെൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി, ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ക്രിട്ടിക്കൽ ആംഗിൾ. 90 ഡിഗ്രി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്ന സന്ദർഭത്തിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്രതിപതിന കോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് വിളിക്കുക. ഓർത്ത് വെച്ചോ. ഇത് എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയം ടു ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയത്തിൽ ലൈറ്റ് പോകുമ്പോഴേ ഇത് വർക്ക് ചെയ്യുള്ളൂ എന്ന് ഓർത്ത് വെക്കണം. ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സംഭവം, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സംഭവം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇന്ത്യ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂട്ടുക, നേരത്തെ കണ്ട ആംഗിളിനെക്കാളും കൂട്ടുക. അപ്പം എന്ന് സംഭവിക്കുക? ലൈറ്റ് തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് വരും. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനാണ് കൂട്ടിയാൽ ലൈറ്റ് എന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കില്ല, അപ്പുറത്തേക്ക് കടക്കില്ല. അപ്പുറത്തേക്ക് ലൈറ്റ് കടക്കാതെ ലൈറ്റിന്റെയും തിരിച്ച് മൊത്തത്തിൽ ഇങ്ങോട്ട് വരും. ഇതിനാണ് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ വിളിക്കുക. ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ലൈറ്റ് വിൽ ഗെറ്റ് ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. ദിസ് ഇസ് കോൾഡ് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ അഥവാ TIR എന്ന് വിളിക്കാറുണ്ട്. ലെൻസ് രണ്ട് തരമുള്ള കോൺവെക്സ് ഉണ്ട്, കോൺകേവ് ഉണ്ട്. കോൺവെക്സിന്റെ ഷേപ്പിംഗിനാണ് മക്കളെ. കോൺകേവിങ്ങിന് ഓർത്ത് ഒരു കേവ് പോലെ ഉണ്ടാവും. നോക്കുമ്പോൾ എന്താണ്? ഒരു കേവ് പോലെ, ഗുഹയിൽ പെട്ട പോലെ ഇല്ലേ? അപ്പുറത്ത് നോക്കുമ്പോൾ ഗുഹയിൽ പെട്ട പോലെ ഉണ്ടാവും. ഗുഹയിൽ പെട്ട പോലെയാണ് കോൺകേവ് ആണ്. ഇത് കോൺവെക്സ് ആണ്. ഗുഹയിൽ പെട്ട പോലെ തോന്നാതെ ഇരിക്കുകയാണെങ്കിൽ. കോൺവെക്സ് മിറർ ആണെങ്കിൽ ലെൻസ് ആണെങ്കിലും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ആണെങ്കിൽ മിറർ ആണെങ്കിലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഓർത്തോക്കാൻ ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. കോൺകേവ്, കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ, ഗുഹ എന്ന് പറഞ്ഞാൽ ഡാർക്ക്, ഡാർക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വൈബ്, നെഗറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ക്ലിയർ ആണ്? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ ചാപ്റ്റർ ലാസ്റ്റ് സ്ലൈഡ്, അതോടെ നമ്മുടെ കംപ്ലീറ്റ് റിവിഷൻ എന്താണ് നമ്മൾ തീരാൻ പോവാണ്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പണിയും മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. വൈകുന്നേരം 7:30 കയറി വരാം. ഇമേജ് ഫോർമേഷൻ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. സെയിം ട്രിക്ക് ഉപയോഗിക്കുക. അവിടെ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നോക്കി നേരെ ഇതേ സാധനം ഇങ്ങോട്ട് എഴുതി വെക്കുക തിരിഞ്ഞിട്ട്. ഓക്കെ, ഇൻഫിനിറ്റി ഇവിടെ, ഇൻഫിനിറ്റി ഈ സാധനം ഇവിടെ, ഈ സാധനം ഇവിടെ, അങ്ങനെ എഴുതുക. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിന്റെ റേ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വൈകുന്നേരം പഠിപ്പിക്കുന്നതായിരിക്കും. മറന്നുപോയെങ്കിൽ കയറി വന്നാൽ മതി, പഠിക്കണ്ട. ഓക്കെ, അപ്പോൾ കോൺകേവ് മിററിന്റെ സെയിം ആണ് ഇവിടെ കൊടുത്തിരിക്കേണ്ടത്. 5 എണ്ണം ഇങ്ങനെ, 6ാമത്തെ ഇങ്ങനെ. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. കുറേ ചോദ്യങ്ങൾ ഇവിടുന്ന് വരാറില്ല, പക്ഷെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇതെന്താണ്? ഒപ്റ്റിക് സെന്റർ ആണ്. ഒപ്റ്റിക് സെന്റർ ഓവേഴ്സ് അല്ല, P വെച്ച് കാണിക്കുക. മിററിന്റെ സെന്റർ പോൾ ആണെങ്കിൽ ഒപ്റ്റിക് സെന്ററിന്റെ ലെൻസിന്റെ സെന്റർ ഒപ്റ്റിക് സെന്റർ ആണെന്നുള്ള കാര്യം മറന്നു വരുന്നത്. ജോമെട്രിക് സെന്റർ ഓഫ് ലെൻസ് എന്താണ്? ഒപ്റ്റിക് സെന്റർ ആണ്. പക്ഷെ അതിനെ കാണിക്കുക P വെച്ചിട്ടാണ്. ഒപ്റ്റിക് സെന്റർ ലെഫ്റ്റിലേക്കല്ല നെഗറ്റീവ്, റൈറ്റിലേക്കെല്ലാം പോസിറ്റീവ്, മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ? ലെൻസിന്റെ ഫോർമുല 1/f = 1/v - 1/u ആണ്. അതിന്റെ ഷോർട്ട് കട്ട് ഫോർമുല uv / മറ്റൊരു u+v ആയിരുന്നു. ഇവിടെ u - v ആണ്. കണ്ടോ? അവിടെ 1/v + 1/u ആണ്. ഇവിടെ 1/v - 1/u ആണ്. അത്ര വ്യത്യാസമുള്ളൂ. മാഗ്നിഫിക്കേഷൻ അവിടെ -v/u ആയിരുന്നു. ഇവിടെ വെറും v/u ആണ്. അപ്പോൾ മൈനസ് വരുന്നത് പ്ലസ് ആക്കുക, പ്ലസ് വരുന്നിടത്ത് മൈനസ് ആക്കുക. അത്രേ ഉള്ളൂ സംഭവം. വേറെ ഒന്നും ഓർത്തുകാനില്ല. പവറിന്റെ ഫോർമുല 1/f ആണ്. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. f ന്റെ യൂണിറ്റ് എന്തിനാ വരിക? ഡയോപ്റ്ററിൽ പവർ ഇട്ട് കൊടുത്താൽ f എന്തിനാ വരിക? നമുക്ക് മീറ്ററിലാണ് വരിക. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. f = 1/p എന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. പവർ ഡയോപ്റ്ററിൽ ഇട്ട് കൊടുക്കുക. ഫോക്കൽ ലെങ്ത് മീറ്ററിലാണ് വരിക എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര മാത്രം സെറ്റ് ആക്കിയാൽ മതി. പിന്നെ ഓബ്വിയസ്ലി എന്ത് ചെയ്യുക? വൈകുന്നേരം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ എന്താണ് നമ്മൾ ഇതിന് മുൻപെടുത്ത ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സ് നിങ്ങളുടെ അടുത്തുണ്ടാവും. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മുടെ എക്സാമിനർ ലക്ഷ്യ ബാച്ചിൽ പഠിക്കുന്നവരാണ്, ലക്ഷ്യ ബാച്ചിന്റെ നോട്ട്സ് ഒന്ന് റിവൈസ് ചെയ്യുക. അതും കൂടി ചെയ്തിട്ട് നിങ്ങൾ വൈകുന്നേരം 7:30 നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വന്നോളൂ മക്കളെ. നമ്മൾ തകർക്കും. ഫിസിക്സ് പരീക്ഷ നമ്മൾ തകർക്കും. നാളത്തെ പരീക്ഷ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മളെന്താണ് ഇന്നത്തെ ലൈവിലും നാളത്തെ 6 മണിക്ക് മോർണിംഗ് ബൂസ്റ്ററായിട്ട് നമ്മൾ തീർക്കുന്നതായിരിക്കും. ഇതിലൊരു സംശയമില്ല. വൈകുന്നേരം 7:30 കാണാം. ബൈ ബൈ, ടേക്ക് കെയർ മക്കളെ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ പറയാം. ഓൾസോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് വൈകുന്നേരം 7:30 കാണാം.